ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് ഉപ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്നല്ല നിങ്ങൾ ആലോചിക്കണേ, നമ്മുടെ കൈയും കാലും ഒക്കെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ചുക്കി ചുളിയുമല്ലേ. ഞാനിപ്പോൾ ഒരുപാട് നാളായി കൈയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ എങ്ങനെ കൈയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതെന്ന്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ കാലും ക്ലീൻ ആക്കാം കേട്ടോ. കൈയും കാലും ഈ ഒരു സെയിം രീതിയിലാണ് ഞാൻ ക്ലീൻ ആക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കൈ എങ്ങനെയാണ് ഒന്ന് മസാജ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ ഉപ്പ് പൊടിയും എണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്ക്രബാട്ടോ. അപ്പൊ നമുക്കിത് കയ്യിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മോതിരമൊക്കെ ഒന്ന് ഊരി വെക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെയിം രീതി തന്നെ നമ്മുടെ കാലും നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും. നന്നായിട്ടൊന്ന് ഒരു മസാജും ചെറിയ രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഈ വിരലുകളൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ചുളിഞ്ഞു പോകും. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്യൂട്ടി പാർലറിൽ പോയി വെറുതെ കാശൊന്നും മുടക്കണ്ട. ഇതുപോലെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒന്ന് ചെയ്താൽ മതി. നന്നായിട്ട് ഈ വിരലിന്റെ ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. ഏകദേശം ഒരു 15 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള മസാജുകളും ഈ വിരലിന്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിലൊന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ഞാൻ എൻ്റെ കൈ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കണം. അതിലോട്ട് നമ്മുടെ കൈ ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മുക്കി വെച്ച് കൊടുക്കണം. ചൂടുവെള്ളത്തിലോട്ട് നമുക്ക് മുക്കി വെക്കാം. വലിയ പാത്രം തന്നെ എടുത്താൽ മതി കേട്ടോ. നമ്മുടെ കൈ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഒന്ന് മുക്കി വെക്കണം. ആദ്യം ഒന്ന് ഒരുപാട് ചൂട് വേണ്ട കേട്ടോ. ഒരു ഇളം ചൂടുവെള്ളം എടുത്താൽ മതി. പിന്നെ ഒരു 5-10 മിനിറ്റ് നമ്മുടെ കൈ ഇതിലൊന്ന് മുക്കി വെക്കണം. ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൈ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല മാറ്റമുണ്ട്. ഇത് കണ്ടോ. സെയിം രീതി തന്നെയാണ് നമ്മുടെ കാലും ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരുപാട് സമയം വെക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ക്രീം റെഡിയാക്കി എടുക്കണം. ക്രീം റെഡിയാക്കാൻ വേണ്ടി വേണ്ടത് നമുക്ക് വാസലിനാട്ടോ. ഞാനിവിടെ 1 സ്പൂൺ വാസലിൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. വാസലിനൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. 1 സ്പൂൺ വാസലിൻ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ഈ ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആകുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പാൽപ്പൊടി കേട്ടോ. ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ലൊരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. വാസലിൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പാടാണ്. നന്നായിട്ടൊന്ന് ക്രീമിന്റെ രൂപത്തിലാക്കി എടുക്കാം നമുക്ക്. ഇവിടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു നല്ല ക്രീമിന്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈകളിൽ രണ്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇതിലൊന്ന് ഈ ഒരു പായ്ക്ക് പോലെ ഒന്ന് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ട് കൈയിലും ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് മസാജും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം. ഒരു 15 മിനിറ്റ് മാക്സിമം വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് വാഷ് ചെയ്താലും മതി. അതില്ലെങ്കിൽ പച്ചവെള്ളത്തിലായാലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. കൈ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു ചുളിവുകളൊക്കെ മാറാൻ നമുക്ക് സഹായിക്കും കേട്ടോ. നിങ്ങളൊരു മാസത്തിൽ ഒരു 2 വട്ടം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും. ഇത് കണ്ടോ, ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അപ്ലൈ ചെയ്യുന്ന കാരണം സ്കിൻ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നുണ്ട് കേട്ടോ കൈയൊക്കെ. ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ മതി. നല്ല കൈ നന്നായിട്ട് തന്നെ കിട്ടും. കൈയും കാലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. സെയിം രീതി തന്നെ കാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൈയും കാലൊക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.